ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് കോയമ്പത്തൂർ വരെ ഒരു ട്രിപ്പ് പോകണം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കോയമ്പത്തൂർ വെച്ച് നടക്കുകയാണ്. സോ ഞാനും വിക്കിയും വിശാഖേട്ടനും കൂടെ പുറപ്പെടുകയാണ്. നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. ഒരു റോഡ് ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അതിരാവിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടക്കം എല്ലാവർക്കും കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മുടെ വിക്കിയൊക്കെ കുറച്ച് നേരം കിടന്നുറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു. ശരിക്കും ഒരു പവർ നാപ്പ് അത്യാവശ്യമാണല്ലോ. വണ്ടി ഓടിക്കുന്ന എനിക്ക് മാത്രം പവർ നാപ്പ് തൽക്കാലം ചെയ്യാൻ പറ്റിയില്ല. സോ ഞങ്ങളൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പാലക്കാട് കുതിരാൻ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചായക്കട കണ്ടു. സോ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പേടിഎം ഫാസ്ടാഗ് ഇനി മുതൽ വർക്ക് ചെയ്യില്ല. സോ വേറെ എടുക്കണമെന്ന്. സോ ഞങ്ങൾ മറ്റൊരു ഫാസ്ടാഗ് എടുത്തു, SBIയുടെ. then അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നേരെ പിന്നെയും നമ്മുടെ റോഡ് ട്രിപ്പ് ടുവേർഡ്സ് UBM പെരുന്തുറയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. UBM ഹോട്ടൽ അറിയാമല്ലോ, വളരെയധികം ഫേമസ് ആണ് നോൺ വെജ് സദ്യക്ക്. സോ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. പാട്ടുകൾ പാടി തമാശകൾ പറഞ്ഞ് എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. അറിയാമല്ലോ റോഡ് ട്രിപ്പിൻ്റെ ഒരു വൈബ്. സോ ഓൺ ദ വേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കോയമ്പത്തൂർ കയറിയ ഉടൻ തന്നെ ശരവണ ഭവൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിർത്തി അകത്ത് കയറി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിക്കായിരുന്നു. ദോശയും മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡും ആയിരുന്നു, ഒരുപാട് പ്രൈസിയും അല്ല. സോ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും നമ്മുടെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ പെരുന്തുറയാണ്. സോ ഈ റോഡ് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. വളരെ നേരത്തെ ആയിപ്പോയോ എത്തിയതെന്ന് തോന്നിപ്പോയി. കാരണം 1 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. ഞങ്ങൾ ഓൾമോസ്റ്റ് 11:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. കാട് ഏരിയയാണ് കേട്ടോ, കുറച്ച് ഗ്രാമപ്രദേശം പോലത്തെ ഏരിയ. സോ ഞങ്ങളവിടെ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടിയും കൊലുമൊക്കെ കളിച്ച് അവിടെ കമ്പൊക്കെ കിട്ടിയല്ലോ, അത് വെച്ച് കളിച്ച് അങ്ങനെ നിന്നു. ഏകദേശം സമയം അവറായപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇതാണ് നമ്മുടെ UBM പെരുന്തറ. നമുക്ക് നോക്കാം എന്താണ് സെറ്റപ്പ് എന്ന്. ഓലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഫ്ലെക്സൊക്കെ വെച്ചിട്ട്. ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറാൻ തീരുമാനിച്ചു. വളരെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, കോലമൊക്കെ ഇട്ട് പഴയ ബ്രാഹ്മൺ വീടൊക്കെ പോലെ. സോ ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ 2-3 ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ എത്തിയോണ്ട് സീറ്റൊന്നും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. പുള്ളി കണ്ടോ അകത്തേക്ക് നോക്കുക തുറന്നോന്നൊക്കെ. ഞങ്ങൾ കയറിയിരുന്നു. ആദ്യമേ ഞങ്ങൾക്ക് കയറി സീറ്റ് പിടിച്ചു. മലയാളികളാണെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചു. നല്ല വലിയ വാഴയിലയാണ് കേട്ടോ കൊണ്ടുവച്ചത്. ഓണർ വരുന്ന ഈ പുള്ളിയാണ് നമ്മുടെ ഓണർ. പുള്ളി വന്ന് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ വിളമ്പി. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആദ്യം നമുക്ക് ചോറ് കിട്ടി, ദെൻ ബിരിയാണി, പിന്നെ വന്നത് രത്തപ്പൊരിയിലാണ്. രത്തപ്പൊരിയിൽ എന്ന് പറഞ്ഞാൽ മട്ടൺ ബ്ലഡ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു ഡിഷാണ്. അടുത്തായിട്ട് മട്ടൺ ബോട്ടി വന്നു, മട്ടൺ ലിവർ വന്നു, മട്ടൺ ബ്രെയിൻ വന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നത് രത്തപ്പൊരിയിലായിരുന്നു, വളരെ സ്പൈസി ആയിരുന്നു. ദെൻ മട്ടൺ കറി പിന്നെയും വന്നു, നല്ലിക്കറിയും വന്നു, ബോൺ മാരോ വെച്ചിട്ടുള്ള കറി. ഐറ്റംസ് എല്ലാം ഇതുവരെ വന്നൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മട്ടൺ ബോട്ടി മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ദെൻ ചിക്കൻ കറി വന്നു, ചിന്താമണി ചിക്കനും വന്നു. നല്ല കാന്താരി മുളക് വെച്ചിട്ടുള്ള കറിയാണ്, സൂപ്പർ ടേസ്റ്റ്. അത് കഴിഞ്ഞ് ഡക്ക് കറി വന്നു, മുട്ട ഒരെണ്ണം പുഴുങ്ങിയതിൻ്റെ പകുതി വന്നു, ചിക്കൻ ചുക്ക വന്നു. എല്ലാം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ, സത്യം പറയാമല്ലോ. അടുത്തൊരു ഫിഷ് ഫ്രൈ വന്നു, ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ വന്നു. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്, എനിക്ക് അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ചിക്കൻ ഫ്രൈ തന്നെയാണ്. അവന്മാരെന്താകണ്ടില്ലേ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ദെൻ ചിക്കൻ 65 വന്നു. ഇത് റോസാപ്പൂവും ശർക്കരയും തേനും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നൊരു വിഭവമാണ് അവരുടെ ഡെസേർട്ട്. എല്ലാം കഴിച്ച് ഇലയും ക്ലീനാക്കി ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടി, ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. പിന്നെ ഒരു ഐസ് ചിക്കൻ കിട്ടി. പൈസ കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ തരുന്നത്. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഓൺ ദ വേ ടു കോയമ്പത്തൂർ പോയി റൂം എടുക്കുക, റിലാക്സ് ചെയ്യുക, രാത്രി കല്യാണത്തിന് പോവുക. റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഞങ്ങൾ നേരെ കല്യാണത്തിന് വിടുകയാണ്. വൈകുന്നേരമായി, ഗാന്ധിപുരത്ത് നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് പോകേണ്ട സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. രാത്രി ആയപ്പോഴത്തേക്ക് ഒരു 9:30 അടുപ്പിച്ച് അവിടെ എത്തി. വമ്പൻ സെറ്റപ്പിലാണ് കല്യാണം നടക്കുന്നത്. സോ അത് കയറി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് തപ്പിപ്പോയി. അവിടെയും ഫുഡ് തന്നെ നമ്മുടെ ലക്ഷ്യം. ഇത്തവണ വെജിറ്റേറിയൻ ആണ് കിട്ടിയത്, ബട്ട് സ്റ്റിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഗോബി ഫ്രൈയും ചപ്പാത്തിയും ദോശയും ഇഡലിയും എല്ലാം ടേസ്റ്റി ആയിരുന്നു. റൂമിൽ പോയി റിലാക്സ് ചെയ്തു, ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. ഇനി നമുക്ക് പോകേണ്ടത് ഇഷ യോഗയിലേക്കാണ്. സോ അതിന് മുമ്പ് റൂമിൻ്റെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിരാവിലെ പുറപ്പെട്ടുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. സോ ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്നിട്ട് അവിടെ ഹോട്ടലുണ്ടെന്നൊക്കെയാണ് കേട്ടത്. സോ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോവുക. പോണ പോക്കിൽ കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്, കുറച്ച് തമാശകളൊക്കെ പറയുന്നുണ്ട്. ചെറിയ തോതിൽ ഓരോ അന്താക്ഷരിയൊക്കെ കളിച്ച് ഓരോ നുണക്കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എത്തി ആദിയോഗിയുടെ സ്ഥലത്തേക്ക് എത്തി. വണ്ടി നിർത്തി നമുക്ക് ദൂരെയായിട്ട് ആദിയോഗി സ്റ്റാച്യു കാണാം. ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. സോ അവിടെ തന്നെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. സോ അവിടെ പോയി ഓർഡർ ചെയ്തു. അൺഎക്സ്പെക്റ്റഡ്ലി കിടിലം ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ദോശയും ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബട്ടർ ബണ്ണും ഉണ്ടായിരുന്നു. ദോശ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതാണ്ടില്ലേ പുള്ളിക്കാരൻ അടിച്ചു വിടുന്നത്. ദെൻ അടുത്തായിട്ട് ഞങ്ങൾ കഴിച്ചത് ഞാൻ പറഞ്ഞ ബട്ടർ ബണ്ണാണ്. കിട്ടിയപ്പോൾ തന്നെ അവൻ്റെ സന്തോഷം കണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ക്രീമി ആയിരുന്നു. ഇത് ഇത്രയും കഴിച്ച് വന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോയി.
ഇവിടെ വേണമെങ്കിൽ നമുക്ക് നടന്നും പോകാം, കാളവണ്ടി എടുത്തും പോകാം. കാളവണ്ടി എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 10 രൂപയാണ്. ഞങ്ങൾ പിന്നെ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നടന്നേ ഉള്ളൂ. ആദിയോഗി സ്റ്റാച്യുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ദൂരം നിന്ന് കാണുമ്പോഴും നമുക്ക് ആ ഗോപിക്കുറിയും ആ ചന്ദ്രക്കലയും ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കാണാം. ആകാശത്തിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഗ്രീക്ക് സിനിമകളിലെയും ഈജിപ്ഷ്യൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ വലിയ സ്റ്റാച്യൂസും പിരമിഡ്സിലെയൊക്കെ ഫറോസിൻ്റെ പ്രതിമ പോലെ തോന്നും. പോകുന്ന വഴി ഓം ജപിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടു. അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ആ ഒരു ഗൈഗാൻഡോർ പോലൊരു ഫിഗർ, അതിൽ തന്നെ ഒരുപാട് രുദ്രാക്ഷങ്ങൾ കോർത്തൊരു മാല. എന്തൊരു ഫീലാണെന്നറിയാമോ? അടുത്തേക്ക് എത്തും തോറും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫീലാണത്. സത്യം പറയാനല്ല, നമുക്ക് ഈ ലാർജർ ദാൻ ലൈഫ് ഫോംസിനെയൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലാണ്. ആകാശത്തെ മുട്ടി നിൽക്കുന്ന ഈ പ്രതിമ കാണുമ്പോഴത്തേക്കും എല്ലാ ആംഗിളിൽ നിന്നും അതിനെയൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ദെൻ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് ടെമ്പിൾ. ഇതാ കണ്ടില്ലേ, അവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ദെൻ ഫോൺ അവിടെ ഒരു സ്ഥലത്ത് വെക്കേണ്ടി വന്നു. അകത്തേക്ക് ഫോൺ കയറ്റില്ല. എന്തായാലും ഞാൻ അതിൻ്റെ എൻട്രൻസിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അകത്ത് ഒരുപാട് വിശേഷങ്ങൾ കാത്തിരിപ്പുണ്ടായിരുന്നു. ധ്യാനിക്കാനായിട്ട് ധ്യാനലിംഗവും, കുളിക്കാനായിട്ട് സൂര്യകുണ്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തൊഴുത് ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് വന്നു. ഓൺ ദ വേ വളരെ രസകരമായിട്ട് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വണ്ടി കണ്ടു. ഒരു ഓട്ടോയുടെ സൈസുള്ളൊരു ടെമ്പോ, അതൊക്കെ കണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റൂമിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഈവനിങ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങണം. സോ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വന്നത് നല്ലീസ് സാരീസ് എന്ന് പറഞ്ഞൊരു കടയിലാണ്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് സാരി മേടിച്ചു. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും പുറപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം. വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് സ്നാക്കോ അല്ലെങ്കിൽ ഡിന്നറോ എന്താണെന്ന് വെച്ചാൽ പറയാം, അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. സോ ഞങ്ങളൊരു ബർഗർ കഴിക്കാൻ തീരുമാനിച്ച് ഗ്രബ് മങ്കീസിലേക്ക് എത്തി. ആദ്യം അവിടെ നിന്ന് സ്റ്റാർട്ടറായിട്ട് സോസേജും ഫ്രഞ്ച് ഫ്രൈസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാലഡാണ് വാങ്ങിച്ചത്. വളരെ ടേസ്റ്റ് ആയിരുന്നു. ഹാലപ്പീനോസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ 3 വെറൈറ്റിയിലുള്ള ഒരു മെക്സിക്കൻ ബർഗർ പറഞ്ഞു, ഒരു ജമൈക്കൻ ബർഗർ പറഞ്ഞു, പിന്നെ ഒരു ഡബിൾ ചീസ് ബർഗറും പറഞ്ഞു. ഞാൻ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജമൈക്കൻ ബർഗറാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ജമൈക്കൻ ഫ്ലേവറാണ് വരുന്നത്. സോ കുറച്ചുകൂടി എരിവുണ്ടായിരിക്കും. അത് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു വിർജിൻ മൊഹിത്തോയും പിന്നെ ഒരു ബ്ലൂബെറി മൊഹിത്തോയും പറഞ്ഞു. അതും കൂടെ കുടിച്ച് ഒന്ന് ഫ്രഷായി. ദെൻ ബാക്കി കുറച്ച് ഈവനിങ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തീർത്തിട്ട് ഞങ്ങൾ നേരെ പാക്കപ്പ് ചെയ്തു. ദെൻ ഞങ്ങൾ കൊച്ചിയിലേക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഗാന്ധിപുരത്തെ സ്ട്രീറ്റുകളിലൂടെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രാത്രിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോയി. തിരിച്ചു പോയപ്പോൾ ടോള് വെട്ടിക്കാനായിട്ട് 2-3 ഷോർട്ട് കട്ടൊക്കെ എടുത്താണ് പോയത്. കുറച്ച് പ്രേത കഥകളൊക്കെ പറഞ്ഞ് ഓരോ തമാശകളൊക്കെ പറഞ്ഞാണ് പോയത്. സത്യം പറയാമല്ലോ, ഈ ഒരു യാത്രയോടുകൂടി തന്നെ നമ്മുടെ മനസ്സിലെ കുറച്ച് ദിവസത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒന്ന് മാറി. കൊച്ചി എത്തി ഞങ്ങളൊരു ഷവർമയും മേടിച്ച് കഴിച്ച് യാത്ര അങ്ങ് വൈൻഡപ്പ് ചെയ്തു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച്, ഒരുപാട് അനുഭവങ്ങൾ തന്ന്, ഒരുപാട് ആൾക്കാരുമായി പരിചയപ്പെടാൻ പറ്റിയ, ഒരുപാട് വെറൈറ്റി ഫുഡ്സ് കഴിക്കാൻ പറ്റിയ, ഒരുപാട് കൾച്ചേഴ്സ് കാണാൻ പറ്റിയ, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു ഇത്. മറ്റൊരു യാത്രയുമായി ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.